അയ്യ വണക്കം. അങ്ങനെ നമ്മുടെ സുഹ്റാൻ മംദാനി ന്യൂയോർക്കിൻ്റെ മേയറായി ജനുവരി 1 മുതൽ അധികാരത്തിലേറും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം, ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ കിടന്ന് കുറേ ആൾക്കാർ, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ, കുറേ സംഘിക്കുട്ടന്മാർ അമേരിക്കയ്ക്ക് വേണ്ടി വിലപിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി, അതായത് ന്യൂയോർക്കിന് മുതൽ ശരിയാ നിയമം വരും, ന്യൂയോർക്കിൽ ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലെ പോലെയും പാകിസ്ഥാനിലെ പോലെയും ഇറാഖിലെ പോലെയുള്ള സംഭവങ്ങളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വന്നുകൊണ്ട് പോട്ടടേ, നമുക്കെന്തടേ, നല്ല കാര്യമല്ലേ, വന്നുകൊണ്ട് പോട്ടെ, അനുഭവിക്കട്ടെ പുല്ലുകൾ എന്ന് മാത്രമല്ലേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുന്നുള്ളൂ. എന്തായാലും ഈ സുഹ്റാൻ മംദാനി അവിടെ അധികാരത്തിലേറിയത് ഡൊണാൾഡ് ട്രംപിന് വലിയൊരു തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ തിരിച്ചടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. 1700-കൾ മുതലുള്ള, അല്ലെങ്കിൽ 1784 അത് മുതലുള്ള ഈ ന്യൂയോർക്ക് സിറ്റിയിലെ മേയർമാരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ളത് മംദാനിയുടെ പാർട്ടിക്കാർ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ള റിപ്പബ്ലിക്കൻസ് 10 താഴെ മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ഭൂമിയാണ് ആ ഭൂമി എന്ന് പറയുന്നത്. അവിടെ സുഹ്റാൻ മംദാനി കയറി അങ്ങ് ജയിച്ച ശേഷം ഒരു മുട്ടക്കാട്ടം പ്രസംഗമൊക്കെ നടത്തി. അതും ട്രംപിന് വലിയ പോലെ അടി കിട്ടിയ പോലെ പോയി. ട്രംപ് സത്യം പറഞ്ഞാൽ എന്താ ഉത്തമ ജനങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന രീതിയിലാണ് ട്രംപിൻ്റെ അനുയായികളോടൊക്കെ ചോദിച്ചത്. അപ്പോൾ അവന്മാർ പറഞ്ഞ് തലയിൽ ആൾ താമസം വേണം, അതായത് വന്ന് കയറിയിട്ട് പല മാറ്റങ്ങളും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവിടെ താരിഫടിക്കുന്നു, ഇവിടെ താരിഫടിക്കുന്നു, മറ്റിടത്തടിക്കുന്നു, മറിച്ചിടത്തടിക്കുന്നു, യുദ്ധം നിർത്തുമെന്ന് പറയുന്നു. അമേരിക്കയുടെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടോ മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് ഡൊണാൾഡ് ട്രംപിനോട് ഇവരൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞ ദിവസം ഒരു ആശ്വാസം കിട്ടിയത്. അതായത് ഒരു കോടതി വിധി വന്നു. അതായത് ഇനി മുതൽ അമേരിക്കയിൽ 2 ലിംഗക്കാർ മാത്രമേ ഉള്ളൂ, ഒന്ന് സ്ത്രീ, ഒന്ന് പുരുഷൻ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതിന് LGBTQI+ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. കാരണം ഈ കമ്മ്യൂണിറ്റി അമേരിക്കയിൽ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായി. ഇനി മുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല, ട്രാൻസ് വുമൺ ഇല്ല, ട്രാൻസ്മാൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല, സ്ത്രീ പുരുഷൻ ഈ 2 സംഭവം മാത്രമേ ഉള്ളൂ, മഴവിലൊക്കെ അങ്ങ് മാനത്ത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയിൽ ഡൊണാൾഡ് ട്രംപിന് കോടതി അനുകൂലിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടായതാണോ ഇനി കോടതിക്ക് വട്ടായതാണോ എന്നായിരിക്കും ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നത്. ഞാനിതുവരെ പറഞ്ഞ ഒരു വിധികളും ഒരു കാര്യങ്ങളും കോടതി അംഗീകരിച്ചില്ല. ഇപ്പോൾ താരിഫിൻ്റെ കേസിലൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ, നല്ല മുട്ടക്കാട്ടാടി. അങ്ങനെ വരാനിരിക്കുമ്പം ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നൊരു ആശ്വാസത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നു. അങ്ങനെ ഒരു വിധി വന്നതിന് പുറമെ വേറൊരു വലിയ പ്രതിസന്ധി അമേരിക്ക നേരിടുകയാണ്. ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടേക്കാണ് അമേരിക്ക, അറിയാമല്ലോ. ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്താണ് അമേരിക്ക ചരിത്രത്തിൽ ഏറ്റവും വലിയ അടച്ചുപൂട്ടൽ നേരിട്ടിരിക്കുന്നത് എന്നൊരു റെക്കോർഡ് കൂടെ ഈ വേട്ടാവളിയുടെ കാലത്ത് അമേരിക്ക അച്ചീവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട്, ന്യൂയോർക്കിൽ ഇനി മുതൽ വിമാനങ്ങൾ പറക്കില്ല. ഈ വെള്ളിയാഴ്ച മുതൽ ന്യൂയോർക്കിൽ എന്ത് ചെയ്യുകയാണ്, 40ഓളം വിമാനത്താവളങ്ങൾ അടച്ചിടാനായിട്ടുള്ള നീക്കം നടക്കുകയാണ്. കാരണം എന്താ, ട്രാഫിക് എയർ കൺട്രോളർമാർക്ക് തൊട്ടില്ല, കൊടുക്കാനായിട്ട് പൈസ ഇല്ല. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇതിനെ സമ്പൂർണ്ണമായിട്ട് ഇവന്മാർ മൊത്തം ഇറങ്ങി അങ്ങ് പണി മുടക്കിയിരിക്കുകയാണ്. പണി മുടക്കി 40ഓളം എയർപോർട്ടുകളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പിന്നെ ഡിഫൻസ് മേഖല അത് പണ്ടേ പ്രതിസന്ധിയിലാണ്. കാരണം ചൈന റെയർ എർത്ത് മെറ്റൽസ് കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ സമയം മുതലേ ഡിഫൻസ് മേഖല പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് ചൈനയുടെ അടുത്ത് പോയി വലിയ വിളച്ചിലൊന്നും എടുക്കാതെ താണുകയാണ് നിന്ന് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്ത് ഷീ ജിങ് പിങ്ങിൻ്റെ കൈയും പിടിച്ച് കുലുക്കി തോളത്തും 2 തട്ടിയിട്ട് ഒരു കരാറ് അടിച്ചുകൊണ്ട് ഇങ്ങ് നാട്ടിൽ വന്നിട്ട് ഷീ ജിങ് പിങ് പറഞ്ഞത്, എന്നെ കണ്ടപ്പോൾ വിറക്കിയായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവിടെ പാദങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, മുട്ടൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കുകയായിരുന്നു, ഗിടുഗിടുഗിടുഗിടാന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു. കണ്ടല്ലോ, ഭയങ്കരനാണ് ഞാൻ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നത്. അതിനിടയിലാണ് മറ്റൊരു തലവൻ, ഊനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ സുഹ്റാൻ മംദാനി എന്ത് ചെയ്തത്, അവിടെ അധികാരത്തിലേറിയത്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ നല്ല 1-ാം നമ്പർ മുസ്ലിം വിരുദ്ധനാണല്ലോ. ഈ മുസ്ലിം വിരുദ്ധത എന്നൊക്കെ പറഞ്ഞാൽ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പൈസ ഇല്ലാത്ത ഭിക്ഷക്കാരായിട്ടുള്ള മുസ്ലിം രാഷ്ട്രങ്ങളോട് മാത്രമേ ഉള്ളൂ. നല്ല പണമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചെല്ലുകയും ചെയ്യും, 50 പൈസ അവിടെ കിടന്നാൽ നക്കിയെടുക്കുകയും ചെയ്യും. അങ്ങനത്തെ നാറിയാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖത്തറിൻ്റെ അടുത്ത് പോയിട്ട് സെലൻസ്കി ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് വന്നപ്പോൾ കോട്ട് സൂട്ട് ഇട്ടുകൊണ്ട് വാടാ എന്ന് പറഞ്ഞവൻ ഖത്തറിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ അമീർ അറിയാമല്ലോ, ഈ ഖത്തർ അമീർ അവരൊരു പ്രത്യേക ഡ്രസ്സാണ് ഇടുന്നത്, ഒരു നൈറ്റി പോലെ തന്നെ. ആ നൈറ്റി ഇട്ടിരിക്കുന്ന ഖത്തർ അമീറിൻ്റെ അടുത്ത് മുട്ടും മടക്കിയിരുന്ന് ഖത്തർ അമീർ കൊടുത്ത വിമാനവും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഖത്തറിന് പണി കൊടുത്തു, അത് വേറെ കഥ. എന്തായാലും അപ്പോൾ അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ കാണാൻ സുഹ്റാൻ മംദാനി ഇവിടെ അധികാരത്തേറി. ഇപ്പോൾ വരുന്ന ഒരു പ്രീ പോൾ സർവേ, ഈ പ്രീ പോൾ സർവേ പ്രകാരം ന്യൂയോർക്കിൽ നിന്ന് 25 ലക്ഷം ആൾക്കാർ എന്താണ്, ഞങ്ങൾ ന്യൂയോർക്ക് നഗരം വിട്ടു പോകും എന്നാണ് ആ പ്രീ പോൾ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം സുഹ്റാൻ മംദാനിയുടെ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നയങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. സുഹ്റാൻ മംദാനിയുടെ പ്രധാനപ്പെട്ട ഒരു നയം എന്ന് പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിയുടെ നയമാണ്. കായംകുളം കൊച്ചുണ്ണി എന്താണ് ചെയ്യുന്നത്, അതായത് മുതലാളികളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും പിഴിഞ്ഞ്
പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക, അവരെ നിന്ന് കട്ടെടുത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ഫ്രീക്ക് വെർഷനാണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത്. പണക്കാരൻ എന്ത് ചെയ്യും, ഇനി പണക്കാരന് കൂടുതൽ ടാക്സ്, അങ്ങനെ കൂടുതൽ ടാക്സ് അടിച്ച് പണക്കാരന്മാരെ മുഴുവൻ മുടിപ്പിച്ച് ഞാൻ എന്ത് ചെയ്യും, പാവപ്പെട്ടവരെ റിച്ചാക്കും എന്നുള്ള ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമാണ് ഇവിടെ സൊഹ്റാൻ മംദാനി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ അവിടെ ചർച്ചയാകുന്നുണ്ട്. ഈ പണക്കാരായിട്ടുള്ള ആൾക്കാർക്കിടയിൽ ഇയാൾക്കെതിരെ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് മതപരമായിട്ടുള്ള വേറെ പല കാര്യങ്ങളുണ്ട്, അത് സ്വാഭാവികം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൊഹ്റാൻ മംദാനി വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അമേരിക്ക വിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഇവരെല്ലാം കൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം കൂടെയാണ് ഈ ന്യൂയോർക്ക് എന്ന് പറയുന്നത്. അവിടെയുള്ള മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുള്ള മംദാനി വിജയിച്ചതിന് ശേഷം ഞെട്ടിപ്പിക്കുന്ന കാര്യം, വോട്ടെണ്ണൽ പൂർത്തിയായ ഉടൻ അവർ നടത്തിയ പോസ്റ്റ് പോൾ സർവേയിൽ ന്യൂയോർക്കിൽ താമസിക്കുന്ന 10 ലക്ഷത്തിലധികം മാത്രമല്ല, നഗരത്തിലെ ജനസംഖ്യയുടെ 25% നഗരം വിടാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിജയിച്ചതിന് ശേഷം സമ്പന്നരുടെ മേൽ കൂടുതൽ നികുതി ചുമത്തുമെന്ന മംദാനിയുടെ വാഗ്ദാനം ഇതാണ് അവരെല്ലാം ജോലിപ്പിച്ചിരിക്കുന്നത്. പോരാത്തതിന് അങ്ങനെ മംദാനി പറയുന്ന അയാളുടെ യോഗത്തിലും വലിയ ജനങ്ങളാണ് അയാളെ കേൾക്കാനായിട്ട് വന്നത്. അപ്പോൾ ന്യൂയോർക്കിലെ സമ്പന്നർ ഭയപ്പെടുകയാണെന്നാണ് പറയുന്നത്. 50-നും 64-നും ഇടയിൽ പ്രായമുള്ള സമ്പന്നർ നഗരത്തിൻ്റെ സമ്പത്തിൻ്റെ ഏകദേശം 12% അവിടെ കൈവശം വെച്ചിരിക്കുന്നത്. അവർ ആശങ്കാകുലരാണ്, അവർ നഗരം വിടാൻ ആഗ്രഹിക്കുന്നതാണ് അവർ പറയുന്നത്. എന്തായാലും സൊഹ്റാൻ മംദാനിക്കെതിരെ വലിയൊരു പ്രതിഷേധം അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഇപ്പോൾ തന്നെ അലയടിച്ച് തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു വാർത്തയാണ്, ആ വാർത്ത പോലെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇവന്മാരെ മണ്ട മറിഞ്ഞൊന്നും പോയാൽ നമുക്കോ നമ്മുടെ രാജ്യത്തിനോ പ്രത്യേകിച്ച് എനിക്കോ ഒന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി.